ഇനി 24-ന്റെ ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായെന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ട് 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന്റെ മരണം. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം ഇന്ന് രാവിലെ 24 പുറത്തുവിട്ടിരുന്നു. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു സുഹൃത്തിനോട് സംസാരിക്കുന്നതാണ് ഈ ഓഡിയോ സന്ദേശത്തിലുള്ളത്. അത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി. ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്ന് 6 ദിവസം എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അൻവർ സാദിന് അറിയാം. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. അടിയന്തര സാഹചര്യമുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധുവും ബന്ധു ഗംഗാപ്രസാദും 24-നോട് പറഞ്ഞു. വാർഡ് 28 കിടന്നപ്പോഴും അവരൊരു ഡ്രിപ്പ് തന്നായിരുന്നു തലവേദന എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും തലവേദന പറയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർമാരോട് സിസ്റ്റർ ഇന്ന പേഷ്യന്റിന് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റൂ. എന്നിട്ട് ഹസ്ബൻഡ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തലവേദന എടുക്കുന്നു. അന്നേരം ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവർ വന്നില്ല. അത് അവര് നമ്മളെ ഇട്ട് നമ്മുടെ അത് സമയം കളയുകയും അത് മുന്നോട്ട് ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും അവർ എല്ലാം അങ്ങ് ഡിലേ ആവുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവർ വ്യക്തമായിട്ടൊന്നും മറുപടി പറയുന്നില്ലായിരുന്നു. വളരെ ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായ അനാസ്ഥ, ഗുരുതരമായ പിഴവ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, കാർഡിയോളജി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ വേണുവിൻ്റെ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പന്മന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ഈ വേണുവിനെ അയക്കുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. പക്ഷേ 6 ദിവസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വേണു കിടക്കേണ്ടി വന്നു. ആരും വന്ന് അദ്ദേഹത്തെ നോക്കുകയോ ചികിത്സിക്കുകയോ ചെയ്തില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി വേണു മരിക്കുന്നതിന് മുമ്പ് ഈ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു മരണമുണ്ടാകുമെന്ന് വേണു അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ആ ശബ്ദ സന്ദേശത്തിൽ തന്നെ ഇതിൻ്റെ വളരെ ഗുരുതരമായ ഈ അനാസ്ഥയുടെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടി വരുന്നുണ്ട്. സംഭവത്തിൽ പിഴവില്ല എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ആവശ്യമായ ഇഞ്ചക്ഷൻ നൽകിയെന്നും തൊട്ടു പിന്നാലെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പ്രതികരണം. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-ാം തീയതിയാണ് വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. 3-ാം തീയതിയാണ് ഡോക്ടർമാരെത്തി ഇഞ്ചക്ഷൻ നൽകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അരുൺരാജാണ്. അരുൺരാജും തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നതിനായി MG പ്രതീഷും ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം അരുൺരാജിലേക്ക്. അരുൺരാജ്, വളരെ ഗുരുതരമായ പിഴവും അനാസ്ഥയും ഒക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വളരെ സ്പഷ്ടമാണ്.
ഈ ഫോൺ സന്ദേശം തന്നെ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ പന്മന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നടക്കം പിന്നീട് മറ്റ് ചികിത്സാ കേന്ദ്രങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലടക്കം കൊണ്ടുപോയിരുന്നല്ലോ വേണുവിനെ, പറയൂ. ദിലീപ് കുമാർ, ആദ്യഘട്ടത്തിൽ ഈ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഈ വേണുവിനെ ആദ്യം കൊണ്ടുപോകുന്നത് ചവറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ്. ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നെഞ്ചുവേദന അത് ഗുരുതരമാണ് എന്ന് തിരക്കിയ ശേഷം ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇത് സംബന്ധിച്ച് പ്രാഥമികമായ പരിശോധന നടത്തി. ആ പ്രാഥമിക പരിശോധനയിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ ചികിത്സയടക്കം പ്രാഥമികമായി നൽകി. പക്ഷേ അത് ഒരു ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ ചികിത്സ മരുന്നുകൾ മാത്രമാണ് നൽകിയത്, ഇഞ്ചക്ഷൻ നൽകി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നൽകാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഈ കുടുംബം പറയുന്നത് ഈ ഒരു എക്കോ ടെസ്റ്റിന് പോലും വലിയ തോതിൽ പണം അവിടെ വാങ്ങുന്ന അവസ്ഥയുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടി ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ എക്കോ എടുക്കാൻ പല ആശുപത്രി ജീവനക്കാരോടും നിരവധിയായ തവണ ആവശ്യപ്പെടുന്ന സാഹചര്യമടക്കം ഉണ്ടായി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ ഈ ആശുപത്രിയിലെ ജീവനക്കാരോടക്കം സംസാരിക്കേണ്ടി വന്നു എന്ന് ഈ വേണുവിന്റെ ഭാര്യ അടക്കം നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഈ വേണുവിന്റെ വീടാണ്, ഓട്ടോ ഡ്രൈവറാണ് വേണു. ജീവിത സാഹചര്യം അടക്കം വളരെ മോശമാണ്. വേണു അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ മാത്രം ചികിത്സയ്ക്കായി ആശ്രയിച്ചതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ആ വേണുവിന്റെ മൃതദേഹമടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇവരുമായി സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം ആശുപത്രി അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി അറിയിച്ചതാണ്. പക്ഷേ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നിസ്സംഗതയാണ് ഉണ്ടായത്. നിസ്സംഗത മാത്രമാണ് ആദ്യ അവസാനം ഉണ്ടായത്. ഒടുവിലാണ് സുഹൃത്തിന് ഈ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സുഹൃത്തിന് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം ഈ വേണു അയക്കുന്നത്. കാരണം ഈ ആശുപത്രിയിലെ ദുരവസ്ഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശം അയച്ചത്. ഈ സന്ദേശം അയച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ശരീരത്തിന് വീണ്ടും സുഖമില്ലാതാവുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. ആശുപത്രി അധികൃതരോട് പലതും പറഞ്ഞിട്ടും അവർ യാതൊരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് വലിയ വേദനയുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഇനി നടത്താൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. കാരണം ഈ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വരെ യാതൊരു പ്രശ്നവുമില്ലാതെ കണ്ട ഒരു വ്യക്തി ഇത്തരത്തിൽ ചെറിയ ഒരു നെഞ്ചുവേദനയുമായി വരുന്നു, ഒരു എക്കോ ടെസ്റ്റ് നടത്തുന്നു, ECG നടത്തുന്നു. അതിലെല്ലാം തന്നെ ഈ വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്ത എത്ര ബ്ലോക്ക് ഉണ്ട്, ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് അത് കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു പോകുന്നത്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു പരിപാലനം ആശുപത്രി MG പ്രതീഷ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? ആ വിശദീകരണം മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ആരോഗ്യ വിദഗ്ധരല്ലെങ്കിൽ പോലും ഈ കാര്യത്തിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തിരമായി ആൻജിയോഗ്രാം ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ നെഞ്ചുവേദനയുള്ള രോഗിയെ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ അയക്കുന്നത്. 1-ാം തീയതി അഡ്മിറ്റ് ആകുന്നു. 3-ാം തീയതിയാണ് അവിടെ ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തുന്നത്, ഇഞ്ചക്ഷൻ നൽകുന്നത്. പിന്നെയും തിരിഞ്ഞു നോക്കാതെ ആൻജിയോഗ്രാം നൽകുകയോ എക്കോ നോക്കുകയോ ഒന്നും ചെയ്യാതെ ഈ 6 ദിവസം കടന്നു പോവുകയാണ്. അതിനിടയിൽ 6-ാം ദിവസം രോഗിയായ വേണു മരിക്കുകയും ചെയ്യുന്നു. എത്ര ദാരുണമായ സംഭവമാണ്. കേരളം ആരോഗ്യരംഗത്ത് മെച്ചമാണെന്നൊക്കെ പറയുമ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ നിലയിൽ അവിടുത്തെ തിരക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് രോഗികൾ എത്തുന്നത് എന്ന കാര്യമൊക്കെ അറിയാം. പക്ഷേ ഈ അടിയന്തര പരിഗണന അർഹിക്കുന്ന രോഗികൾ, അടിയന്തരമായി ചികിത്സ വേണ്ട രോഗികൾ, പ്രത്യേകിച്ച് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അത്തരം രോഗികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന ആശുപത്രി അധികൃതർക്ക് വേണ്ടേ പ്രതീഷ്? ദിലീപ് കുമാർ, തീർച്ചയായും. കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ തന്നെ വേണുവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സ നൽകേണ്ടതാണ്. പക്ഷേ അവിടെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ പിഴവ് പൂർണ്ണമായും മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുകയാണ്. കാരണം ഈ ഒരു ചികിത്സാ പിഴവ് വേണുവിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രോഗിക്ക് എല്ലാ ചികിത്സയും കൃത്യമായി നൽകി എന്നതാണ് ആശുപത്രി
അധികൃതർ ഇപ്പോൾ വിശദീകരണമായി നൽകുന്നത്. 1-ാം തീയതിയാണ് രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അന്ന് മുതൽ കൃത്യമായ പരിശോധനയും ചികിത്സയും നൽകിയിട്ടുണ്ട്. 3-ാം തീയതി കാർഡിയോളജി വിഭാഗം വേണുവിനെ പരിശോധിച്ചിരുന്നു. ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഇഞ്ചക്ഷൻ വേണുവിന് നൽകി. ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയില്ല എന്നുള്ള വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഒപ്പം ഈ ചികിത്സയിലിരിക്കുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ വെച്ച് വേണുവിന്റെ കുടുംബം ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. പക്ഷേ ഈ വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന് ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയാണ് പിഴവ് ഉണ്ടായിട്ടുള്ളത്? കാർഡിയോളജി വിഭാഗത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ട പരിശോധന നടത്തിയില്ല എന്നതിൽ ഉൾപ്പെടെ വിശദമായ പരിശോധന അന്വേഷണം വേണം. എന്തായാലും നിലവിൽ ആശുപത്രി അധികൃതർ പിഴവില്ല എന്നുള്ള വിശദീകരണം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം: 1-ാം തീയതി അഡ്മിറ്റായ രോഗിക്ക് 3-ാം തീയതി അവർ പരിശോധന നടത്തി, ഇഞ്ചക്ഷൻ നൽകി. ഇഞ്ചക്ഷന് പിന്നാലെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഈ 6 ദിവസം, 3 ദിവസം കഴിഞ്ഞാണ് പരിശോധന നടത്തിയത്, ഇഞ്ചക്ഷൻ ചെയ്തത്. അതിനുശേഷവുമുള്ള ദിവസങ്ങളിലും ഈ നിലയിൽ ആൻജിയോഗ്രാം എടുക്കുന്നതിനോ എക്കോ നോക്കുന്നതിനോ ഒന്നും യാതൊരു ശ്രമവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പകൽ പോലെ വ്യക്തമായ സംഭവമാണിത്. എത്രമാത്രം ക്രൂരമായാണ് ഈ വേണുവിനെ മരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ വിട്ടുകൊടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.